പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ്റെ മൃതദേഹം രാത്രി 7:30 നെടുമ്പാശ്ശേരിയിൽ എത്തിക്കും. ശ്രീനഗറിൽ നിന്ന് 11:30 എയർ ഇന്ത്യയുടെ വിമാനത്തിൽ ഡൽഹിയിലേക്ക് പുറപ്പെടും. അവിടെ നിന്നും 4:20 പുറപ്പെടുന്ന പ്രത്യേക വിമാനത്തിലാണ് നെടുമ്പാശ്ശേരിയിൽ രാമചന്ദ്രൻ്റെ മൃതദേഹം എത്തിക്കുക. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, പഹൽഗാമിൽ കൊല്ലപ്പെട്ട കൊച്ചി ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ്റെ മൃതദേഹം ഇന്ന് വൈകിട്ടോടുകൂടി സ്വവസതിയിലെത്തിക്കും എന്നുള്ള വിവരങ്ങൾ, അതിൻ്റെ സമയക്രമങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തെ സംബന്ധിച്ച തീരുമാനങ്ങൾ എന്തെങ്കിലും കുടുംബാംഗങ്ങൾ നൽകുന്നുണ്ടോ സുധീഷ്? വിനോദ്, ഇതുവരെയും നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇന്ന് വൈകിട്ട് 7:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുന്ന മൃതദേഹം അവിടെ നിന്ന് ഏറ്റുവാങ്ങിയ ശേഷം ഇന്ന് മോർച്ചറിയിൽ വെക്കാനാണ് സാധ്യതയെന്നാണ്. നാളെ പൊതുദർശനവും സംസ്കാര ചടങ്ങുകൾ നടത്താൻ സാധ്യതയുണ്ടെന്നാൽ ജ്യേഷ്ഠ സഹോദരൻ കഴിഞ്ഞ ദിവസമാണ് US-ലേക്ക് പോയത്. അദ്ദേഹം മടങ്ങി വരുന്നുണ്ട് സംസ്കാര ചടങ്ങുകൾക്കെങ്കിൽ സംസ്കാര ചടങ്ങ് നീണ്ടുപോകാൻ വെള്ളിയാഴ്ചയെ എത്താൻ കഴിയുമെന്നുള്ള ഒരു സാഹചര്യമാണുള്ളത്. ഇന്നലെയാണ് അവിടെ എത്തിച്ചേർന്നത് തന്നെ. അപ്പോൾ അവിടെ നിന്നും തിരിച്ചു വരുന്ന ആ ഒരു സമയവും കൂടി നോക്കിയതിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളും പൊതുദർശനവും സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ബന്ധുവും അതോടൊപ്പം തന്നെ ഇവിടുത്തെ കരയോഗത്തിൻ്റെ പ്രസിഡൻറ്റുമായിട്ടുള്ള ഇന്ദുചൂടൻ നമ്മളോടൊപ്പം ചേരും. അദ്ദേഹത്തോടെ തന്നെ ചോദിക്കാം. ചേട്ടാ, ഇപ്പോൾ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമായിട്ടുണ്ടോ? എന്താണ് ഇതുവരെയുള്ള ഒരു ആലോചന? സംസ്കാരം എപ്പോഴാണെന്ന് തീരുമാനിച്ചിട്ടില്ല. വൈകുന്നേരം 7:30 എയർ ഇന്ത്യയുടെ സ്പെഷ്യൽ ഫ്ലൈറ്റിൽ സർക്കാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബോഡി എത്തിയ ഉടനെ നമ്മളിപ്പോൾ റിനൈ മോർച്ചറിയിൽ വയ്ക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്. സംസ്കാരത്തെക്കുറിച്ച് തീരുമാനിക്കുന്നതിന് ഇദ്ദേഹത്തിൻ്റെ ചേട്ടൻ ഇന്നലെ രാവിലെ ഇവിടെ നിന്ന് പോയുള്ളൂ, അമേരിക്കയിലേക്ക് പോയുള്ളൂ. അപ്പോൾ അദ്ദേഹം എത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ആലോചിച്ച് അദ്ദേഹത്തിന് വരണം എന്ന ആഗ്രഹമുണ്ട്. എന്നാലും അദ്ദേഹത്തിൻ്റെ മകനും ഈ മരിച്ച ആളുടെ മകനും ഒരു പെങ്ങളുണ്ട്, പെങ്ങളുടെ മകനും, അവർ 3 പേരും കൂടി ഒന്ന് ഈ സഹോദരനായിട്ട് സംസാരിച്ച ശേഷം തീരുമാനിക്കും. വരാൻ തീരുമാനിച്ചാൽ വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് വരാൻ പറ്റില്ല, വെള്ളിയാഴ്ച സാധിക്കുള്ളൂ. സംസ്കാരത്തിന് മുന്നേ എന്തായാലും ഒരു പൊതുദർശനം നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ഒരു സംസ്കാരത്തിന് മുമ്പ് ഒരു 2 മണിക്കൂർ മുമ്പ് നമ്മളൊരു പൊതുദർശനം ഉദ്ദേശിക്കുന്നുണ്ട്. അത് എടപ്പള്ളി വെച്ചാണ്. പാർക്കിൻ്റെ പെർമിഷൻ കൂടി കിട്ടിയ ശേഷം മിക്കവാറും ചങ്ങമ്പുഴ പാർക്കിൽ അവിടുത്തെ അതോറിറ്റിയോട് ചോദിക്കാൻ നിൽക്കുകയാണ്. ഇത് ഫിക്സ് ചെയ്തിട്ട് അവരോട് ചോദിക്കണം. അതുതന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ BJPയുടെ നേതാക്കളായ KS രാധാകൃഷ്ണൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇവിടെയുണ്ട്. ഇവരെല്ലാം കൂടിയാലോചിച്ചും മറ്റ് ക്രമീകരണങ്ങളെല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തു തന്നെയായാലും ഇന്ന് വൈകിട്ട് 7:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മൃതദേഹം എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് 11:30 1828 നമ്പർ എയർ ഇന്ത്യ ഫ്ലൈറ്റിലാണ് ശ്രീനഗറിൽ നിന്നും ഡൽഹിയിൽ മൃതദേഹം എത്തിക്കുക. അവിടെ നിന്നും 503 നമ്പർ എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ 4:20 അത് ഡൽഹിയിൽ നിന്നും പുറപ്പെടും. 7:30 അത് നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചേരുമെന്നതാണ് ഇതുവരെയും ലഭിച്ചിരിക്കുന്ന അറിയിപ്പ്. ജില്ലാ കളക്ടർ ഇത് സ്ഥിരീകരിക്കുകയും അദ്ദേഹവും മൃതദേഹം ഏറ്റുവാങ്ങാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റ് ക്രമീകരണങ്ങളെല്ലാം ബന്ധുക്കളും മറ്റ് സഹപ്രവർത്തകരും എല്ലാം ചേർന്ന് ഇവിടെ ഒരുക്കുകയാണ്. ഇദ്ദേഹം ഇവിടുത്തെ വളരെ ജനകീയനായ ഒരു പൊതുപ്രവർത്തകൻ കൂടിയായിരുന്നു. സജീവമായി പ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്നു. 1991 ജില്ലാ കൗൺസിലിലേക്ക് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ കോർപ്പറേഷനിലേക്ക് മത്സരിച്ചിരുന്നു. ആ രീതിയിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന, രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിച്ചിരുന്ന ആളാണ്. അതിനുശേഷമാണ് വിദേശത്തേക്ക് പോകുന്നത്. വിദേശത്തു നിന്നും മടങ്ങിയെത്തി ഇവിടെ വീണ്ടും കരയോഗത്തിൻ്റെയും ഇവിടെ റെസിഡൻസ് അസോസിയേഷൻ്റെയും എല്ലാം പ്രവർത്തനങ്ങളുമായി വളരെ സജീവമായി നിൽക്കുമ്പോഴാണ് ഭാര്യയ്ക്കും മകൾക്കും ചെറുമക്കൾക്കും ഒപ്പം കാശ്മീരിലേക്ക് പോയത്. അവിടെ വെച്ചാണ് ഇത്തരം ഒരു ദാരുണ മരണം ഉണ്ടാകുന്നതും. എന്തു തന്നെയായാലും ഈ നാട്ടുകാർക്കെല്ലാം തന്നെ അതിൻ്റെ ഒരു വലിയ ഞെട്ടൽ തന്നെയാണ്. ചേട്ടന് അടുത്ത് അറിയുന്ന വ്യക്തിയായിരുന്നു. അതെ അതെ അതെ. എത്ര നാളായിട്ട് പരിചയമുണ്ട്? ഞാനിവിടെ 25 ഞാൻ അവിടെ താമസിക്കുന്നത്. അവരുടെ ചേട്ടൻ താമസിക്കും. ഇപ്പോൾ USA-ലുണ്ടെന്ന് പറഞ്ഞില്ലേ, അവരുടെ വീടിൻ്റെ അടുത്തുള്ളതാണ്. അവിടെ തന്നെ അവിടെയാണ് ഇത് വൈഫ് ഹൗസ് ആയിട്ട് സെറ്റിൽ ഇതായതാണ്. ആ ഒരു ദുബായിലായിരുന്നു മറ്റുള്ള ഇവിടുന്ന് കഴിഞ്ഞിട്ട് ബിസിനസ്സൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് 5 വർഷമായിട്ട് ഇവിടെ നാട്ടിൽ സെറ്റിൽഡാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈസ് എ ഗുഡ് മാൻ, കുഴപ്പമില്ല. അല്ല സോഷ്യൽ മിംഗ്ലിംഗ് ആണ്. അദ്ദേഹവുമായി രാഷ്ട്രീയ പ്രവർത്തനം ഒരുമിച്ച് നടത്തിയിട്ടുള്ളതാണ് രാമേന്ദ്രൻ ചേട്ടൻ. എങ്ങനെയാണ് ഓർക്കുന്നത് ആ ഒരു തെരഞ്ഞെടുപ്പ് കാലമൊക്കെ? ചെറുപ്പം 91 ചേട്ടൻ ജില്ലാ കമ്മിറ്റിയിലേക്ക് നിന്നത്.
1977 പുള്ളി സ്വയം സേവകനായിട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പാർട്ടിയുടെ കാര്യങ്ങൾക്കൊക്കെ പുള്ളി നല്ല രീതിയിൽ വന്നു. അത് കഴിഞ്ഞ് പുള്ളി വിദേശത്തേക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കുട്ടികളും കുടുംബ ജീവിതമായിട്ട് അങ്ങനെ പോകുമായിരുന്നു. പക്ഷേ എന്താവശ്യമാണെങ്കിലും ക്ഷേത്രങ്ങളുടെ കാര്യമാണെങ്കിലും എന്താണെങ്കിലും പുള്ളി എത്തുന്നതാണ്. എല്ലാ കാര്യങ്ങൾക്കും പുള്ളി സഹകരിക്കുന്ന വ്യക്തിയാണ്. വളരെ നല്ല മനുഷ്യന് സൗമ്യ സ്വഭാവക്കാരനാണ്. ആരോടും ഒരു വഴക്കിനോ കാര്യങ്ങൾക്കോ പോകുന്നൊരു വ്യക്തിയല്ല. വളരെ നല്ല അച്ഛനും ഒരുമിച്ച് ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ്. കോർപ്പറേഷനിലെ അച്ഛൻ ജില്ലാ കമ്മിറ്റി രണ്ടുപേരും മത്സരിച്ചാണ്. ആ രീതിയിൽ രാഷ്ട്രീയ രംഗത്തും വളരെ നല്ല രീതിയിൽ തന്നെ പുള്ളി എല്ലാ കാര്യങ്ങൾക്കും ഒരുപോലെ ഒരു കുടുംബം പോലെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് പറഞ്ഞത്, വളരെ സജീവമായ രാഷ്ട്രീയത്തിൽ നിന്ന് അന്നേരം മറ്റ് ജോലി തേടി വിദേശത്തേക്ക് പോയി അവിടെ നിന്നും മടങ്ങിയെത്തിയിട്ടും പൊതുപ്രവർത്തന രംഗത്ത് വളരെ സജീവമായിരുന്നു എന്ന് തന്നെയാണ് ഇവിടെയുള്ള ഓരോരുത്തരും പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ മരണം വലിയ ഞെട്ടൽ തന്നെയാണ്. ഇവർക്കൊക്കെ വലിയ കണ്ണീരണിഞ്ഞുകൊണ്ട് മാത്രമേ അദ്ദേഹത്തെ ഓർക്കാനും കഴിയുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇന്ന് വൈകിട്ട് വളരെ സന്തോഷത്തോടെ വിനോദയാത്രയ്ക്കായി പോയ അദ്ദേഹം ഇന്ന് വൈകിട്ട് മൃതദേഹം അദ്ദേഹത്തിൻ്റേത് ഇവിടേക്ക് തിരിച്ചെത്തുകയാണ്. അത് വലിയ ഒരു നൊമ്പരമാണ് ഈ നാടിനകത്ത് തന്നെ. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇന്ന് ഇവിടെ നെടുമ്പാശ്ശേരിയിൽ നിന്നും റിനെ ഹോസ്പിറ്റലിൻ്റെ ഭാഗമായുള്ള മോർച്ചറിയിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നീട് സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനത്തിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല എന്നതാണ് ബന്ധുക്കളും മറ്റും അറിയിക്കുന്നതും. നാട്ടിലെ ജനപ്രതിനിധികൾ MLA MP അടക്കമുള്ള ആളുകൾ ഈ വീടുമായി അവരുടെ ബന്ധുക്കളുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? സംഘപരിവാർ കുടുംബത്തിൽപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ BJPയുടെയും സംഘപരിവാറിൻ്റെയും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആ വീടുകളിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ നാട്ടിലെ MLA MP അവരൊക്കെ ഈ വീട്ടിലെ ബന്ധുക്കളുമായി അല്ലെങ്കിൽ ഈ വിവരങ്ങൾ അല്ലെങ്കിൽ അവരെ ആശ്വസിപ്പിക്കാനായി ആ വീട്ടിലേക്ക് എത്തുന്നുണ്ടോ, അവരുമായി ബന്ധപ്പെടുന്നുണ്ടോ? സുധീഷ്, അത്തരം കാര്യങ്ങൾ കൂടി. അങ്ങനെ ഒരു അറിവ് വിനോദ് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇന്നലെ വാർഡ് കൗൺസിലർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഈ കരയോഗത്തിൻ്റെ തന്നെ ഭാരവാഹിത്വത്തിലും ഉള്ളവരാണ്. അവർ ഇന്നലെ രാത്രി മുതൽ തന്നെ ഇവിടെ സജീവമായുണ്ട്. എന്നാൽ MLA MPയോ ഇതുവരെയും ഇവിടേക്ക് എത്തിയതായി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ബന്ധുക്കളെ ബന്ധപ്പെട്ടതായും നമുക്ക് അറിവ് ലഭിച്ചിട്ടില്ല. വിനോദ്, തീർച്ചയായും ഇത്രയും പ്രധാനപ്പെട്ട രാജ്യം നടുങ്ങുന്ന ഒരു വലിയ ഭീകരവാദ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ആ ആക്രമണത്തിൽ മലയാളിയായ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ നിമിഷം വരെ കൊച്ചിയിലെ ആ വീട്ടിലേക്ക് ആ സ്ഥലത്തെ MLAയോ MPയോ ഒന്ന് വിളിക്കാനോ അങ്ങോട്ടേക്കൊന്ന് വരാനോ അല്ലെങ്കിൽ ആ ബന്ധുക്കളോട് സംസാരിക്കാനോ പോലും തയ്യാറായിട്ടില്ല എന്നുള്ള വളരെ സങ്കടകരമായ ഒരു കാര്യം കൂടി സുധീഷ് ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ്.